അമ്മേ അമ്മേ, ഇത് എന്തൊരു ഉറക്കാണ്. അയ്യോ, എടുത്ത് എണീറ്റേ. അമ്മ നല്ല ഉറക്കാൻ തോന്നുന്നു. ചായപ്പിൽ എന്റെ ചോറ് കണ്ടില്ല, പായും തലണ മാത്രമുണ്ട്. ചോറ് ചായപ്പിൽ വെക്കണ്ട, പട്ടിയോ പൂച്ചയോ തിന്നു പറഞ്ഞ് അമ്മ എടുത്ത് അടുക്കളയിൽ വെച്ചു. ഇത്രയും ദിവസം ചായപ്പിൽ വെച്ചിട്ട് തിന്നില്ലല്ലോ. ഉരുളി കൊണ്ട് മുടിയാൽ തുറക്കണ പട്ടിയും പൂച്ച ഏതാ? ചില നേരത്തെ അമ്മയ്ക്ക് ഇത്തിരി ഭ്രാന്ത. എടുത്തിട്ട് ഉറക്കം കളഞ്ഞു. വാ, വന്ന് ചോറിന്റെ കിടക്ക്. ചെമ്പാവ് പാടത്ത് എന്റെ പുത്തരിച്ചെമ്പാവ് പാടത്ത് ഒത്തിരി ഒത്തിരി. നാടകത്തിലെ പാട്ടാ? നാടകം കലക്കൂട്ടോ, എല്ലാം നന്നായി വന്നിട്ടുണ്ട്. എനിക്ക് കാണണം ഉണ്ണിയുടെ അഭിനയം. കാണാം, 5-6 ദിവസമല്ലേ ഉള്ളൂ. എടുത്തി പോയി കിടന്നു, ഞാൻ കഴിച്ചിട്ട് വാതിലടച്ച് കിടന്നോളാം. ഞാൻ നല്ല ഉറക്കായിരുന്നു. നിന്റെ വിളിയായിട്ട് ഏട്ടനെ ആദ്യം എണീറ്റെ. അയ്യോ, എന്നെ തെറി പറഞ്ഞിട്ടുണ്ടാവൂലോ. നേരിട്ട് ചീത്ത അറിയെങ്കിലും ഉണ്ണിയുടെ പാട്ടും കലി ഏട്ടന് വലിയ ഇഷ്ടാ. നാടകം കാണാൻ എല്ലാരും കൂടി പോവാന്നും പറഞ്ഞിരിക്കുക. എനിക്കറിയാതെ എന്റെ അടുത്ത് മൂശട്ടത്തരം പറഞ്ഞിട്ട് പുറത്തൊക്കെ എന്റെ പേരും പറഞ്ഞ് ഗമ പറയുന്നത് എനിക്കറിയാം. എടുത്തേക്ക് നല്ല ഉറക്കമുണ്ട്, പോയി കിടന്നു. പാത്രമൊക്കെ അതേപോലെ വെച്ചാ മതി. അമ്മ എന്താ ഇരുട്ടത്ത് നിൽക്കണേ? പാത്രത്തിന്റെ ഒച്ച കേട്ടപ്പോ ഞാൻ ഓർത്ത ആ കള്ളിപ്പൂച്ച ആവുന്ന്. ഉണ്ണി വന്ന് കൊറേ വിളിച്ചു. ഞാൻ ഉറക്കത്തിൽ പെട്ടുപോയി. അമ്മ കിടന്നോ, ഞാൻ ചോറൊക്കെ എടുത്തു കൊടുത്തിട്ടുണ്ട്. ഓ, അങ്ങനെയാണ് പഞ്ചപാണ്ഡവന്മാർക്ക് 5 പേർക്കും കൂടെ പാഞ്ചാലി ഭാര്യയാവുന്നത്. അവരെ തമ്മിത്തല്ലാണ്ട് 5 വിരല് പോലെ നിർത്തിയതേ പാഞ്ചാലിയാ. അവർക്ക് 5 രാജ്യം വേണ്ട, 5 കൊട്ടാരം വേണ്ട, ഉള്ളതെല്ലാം ഒന്നിച്ച് അനുഭവിക്കും. ഇനിയുണ്ട പാഞ്ചാലിക്കാണെങ്കിലോ എന്താശ നടത്താനും പുലിവീരന്മാര് 5 പേരുണ്ട്. ചന്ദ്രനെ വേണോന്ന് പറഞ്ഞാലും പിടിച്ചോണ്ട് കൊടുക്കും. എന്തിന്? മുടി കെട്ടണമെങ്കിൽ ദുര്യോധന്റെ നെഞ്ചിലെ ചോര വേണമെന്ന് പറഞ്ഞു. അതിനുവേണ്ടി മാത്രമാണല്ലോ ഇത്രയും വലിയ യുദ്ധം നടത്തിയത്. കഥ ഞാൻ കേട്ടിട്ടുണ്ട്. വെറും കഥയല്ല, അതൊക്കെ നമുക്ക് പഠിക്കാൻ വേണ്ടിട്ട് ഉണ്ടാക്കിയ കഥകളാ. ദാ നോക്ക്, ഇപ്പൊ നമ്മുടെ കൂട്ടക്കാര് പാഞ്ചാലിനെ പോലെ ഒരു പെണ്ണിനെ പൊറപ്പിക്കണത് തെറ്റൊന്നുമില്ല, നല്ലതാ. കുടുംബത്ത് ഒരുമ ഉണ്ടാവും. കളിയാക്കണോര് കളിയാക്കിക്കോട്ടെ, നമ്മളതൊന്നും കേക്കണ്ട. എന്നിട്ട് ബാക്കി കഥയും കൂടെ പറയാമേ. അല്ല, അതാണ് പാഞ്ചാലിയുടെ കഥ എന്ന് പറയേ. യുദ്ധത്തിന്റെ കഥ പറയാമേ. ഒന്നും അറിയില്ല യുദ്ധത്തിന്റെ കഥ. നല്ല കാര്യം പറയുമ്പോഴാ യുദ്ധം. തങ്കം, ശങ്കരൻകുളത്തുനിന്ന് കുട്ടമ്മാവന്റെ കത്തുണ്ട്. എന്താ വിശേഷം? പെണ്ണ് കാണാൻ ചെല്ലാമെന്ന് അമ്മ പറഞ്ഞിട്ട് അതിന്റെ വിവരം അറിഞ്ഞില്ല. ഉടനെ അറിയിക്കണമെന്ന്. ഒന്ന് പോയി കാണണ്ടേമ്മേ, നല്ല കുട്ടിയാ. കാണാമെന്ന് പറഞ്ഞു തുടങ്ങിയിട്ട് 1-2 ആഴ്ച. ഒന്ന് പോയി കണ്ടു നോക്ക്, അമ്മയ്ക്ക് ഇഷ്ടാവും. ഓ, അമ്മയുടെ ഇഷ്ടം നോക്കണം മക്കളെ. കുറച്ച് ദിവസമായിട്ട് അമ്മയുടെ ചില നേരത്തെ വർത്താനം കേട്ട കലി വരും. ചിലപ്പോ ഞങ്ങളുടെ കുടുംബത്തിന്ന് ഇനി ഒരു പെണ്ണ് കൊണ്ടുവരുന്നത് അമ്മയ്ക്ക് ഇഷ്ടണ്ടാവില്ല. ഞങ്ങള് യൂണിയനായിട്ട് പോര് തുടങ്ങിയാലോ എന്ന് വിചാരിക്കുന്നുണ്ടാവും. എന്നാ അതങ്ങ് പറഞ്ഞാ പോരെ, വേറെ കുട്ടിയെ നോക്കാലോ. എന്റെ അമ്മേ, വയറ്റില് വായു കയറിയിട്ട് നിൽക്കാനും വയ്യ, ഇരിക്കാനും വയ്യ. പണ്ടാരടങ്ങാൻ ഇവരത് എവിടെ പോയി കിടക്കുകയാണോ? നേരത്തെ കാലത്ത് കുടുംബത്തിൽ വരിക, അപ്പോഴില്ല. ഓ, നെഞ്ചൊരു പഠിപ്പ് പഠിച്ചിട്ട് നീ ഇവിടെ മൈസൂരായിട്ടാവാൻ പോവല്ലേ? പഠിക്കുന്ന ആദ്യത്തിരുന്ന് പോയി പഠിക്കണേ, പോടി ഒരു പഠിപ്പ്. എനിക്കൊരു സ്ഥലത്തും സ്ഥാനമില്ല.
എന്റെ അമ്മേ വയറ് കാണിച്ചിരിക്കാൻ വയ്യേ. പോയി കിടന്നൂടെ? എന്നെ കിടത്തിയിരിക്കാണല്ലോ എല്ലാവരും കൂടി. ഇനി കുളിപ്പിച്ച് കിടത്തി അരിയും പൂവിട്ട എല്ലാവർക്കും സമാധാനായി. എടി ഞാനൊരു മനുഷ്യനാണ്. ആർത്തിയാ വല്യച്ഛന് ചാരയും കിട്ടാൻ വൈകിയതിനുള്ള ആർത്തി. ദേ, ദേ, ദാ, ഇവിടാ, ദേ, എനിക്കുണ്ടായതല്ല. ഇത് ഗുണം പിടിക്കണമെങ്കിൽ ഗുണം പിടിക്കാൻ എന്നോട് ചോദിക്കും. എന്താ വല്യേട്ടാ ഇത്? അവളെ ഇങ്ങനെ പറയേ? നിങ്ങക്ക് രണ്ടാൾക്കൊണ്ട് ആകെയുള്ള കുട്ടിയല്ലേ? ഗോപാലനല്ലേ വീട്ടില്? അവൻ കുന്നമ്പള്ളി ക്ഷേത്രത്തിൽ പോയിരിക്ക. അപ്പൊ തങ്കമണി തനിച്ചവിടെ? ഉണ്ണിയുണ്ട്. കുഞ്ഞിപ്പെണ്ണെ, ഉണ്ണി അവളെയും തനിച്ചാക്കിട്ട് നീ അങ്ങോട്ട് പോര്. അതിനെന്താ? കുഞ്ഞിപ്പെണ്ണെ, അത് വേണ്ട കേട്ടോ. പഴയ കാലല്ല ഇപ്പൊ. എന്റെ ഗതികേട് കാണുന്നില്ലേ നീ? ഓ, വല്യേട്ടൻ ഇപ്പൊ എന്താ ഗതികേട്? പണിയെടുക്കാണ്ട് ഒരല്ലലും ഇല്ലാണ്ട് കഴിഞ്ഞു കൂടണില്ലേ? 2 കുടുംബമായിരുന്നെങ്കിൽ ഇങ്ങനെ പറ്റൂ? എന്നിട്ടാ ഇപ്പൊ ഗതികേട്. ഒക്കെ കണ്ടും സൂക്ഷിച്ചൊക്കെ മതി. ഈ അമ്മ നല്ല പണിയാ കാണിച്ചത്. വെല്ലിമ്മാന്റെ അടുത്ത് പോയിട്ട് ഓടി വരാന്ന് പറഞ്ഞിട്ട് മണിക്കൂർ ഒന്നായി. എനിക്കിന്ന് ഫൈനൽ റിഹേഴ്സൽ ഉള്ളതാ. എല്ലാരും വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. ഉണ്ണി വേണമെങ്കിൽ പൊയ്ക്കോ. ഏടത്തെ തനിച്ചാക്കിട്ടോ? എന്നെ ആരും പിടിച്ചോണ്ട് പോവില്ല. ഏട്ടൻ എങ്ങാൻ വരുമ്പോ ഏടത്തെ തനിച്ചാക്കി പോയി എന്ന് പറഞ്ഞാൽ എനിക്ക് കെട്ടിക്കോട്ടല്ലേ? കേക്കയോട് പറഞ്ഞേക്കാം, ഇത് അത് പറ്റൂ. ഈ അമ്മ ഇങ്ങോട്ട് 4 ചീത്ത ഞാൻ പറഞ്ഞു. ആ ഉണ്ണി, ചങ്കരൻകുളത്ത് ഞാനും ഏട്ടനും പോയി കണ്ട പെണ്ണുണ്ടല്ലോ, നല്ല കുട്ടിയാണ് കേട്ടോ. ഇത്തിരി നിറം കുറവാണെന്നേ ഉള്ളൂ. നല്ല വലിയ കണ്ണും മുട്ടുവരെ മുടിയും, നല്ല ഐശ്വര്യ. അതിന് അമ്മയൊന്നും പോയി പണ്ടാൻ ഇണങ്ങണ്ടേ? കണ്ടൊത്തു വന്ന ഒന്നിനെ ചേട്ടൻ തട്ടി. ഇപ്പൊ ഇങ്ങനെ ഒരുത്തൻ പെരനിറഞ്ഞ് നിൽക്കുന്നുണ്ടെന്ന് വിചാരം ആർക്കും ഇല്ല. ഇനി എനിക്ക് തോന്നിയ പെണ്ണിനെ ഞാനിങ്ങ് വിളിച്ചോണ്ട് വരും. അതാ ഉണ്ടാവാൻ പോണേ. ദേ ദേ ദേ, ആരെങ്കിലും കണ്ടുവച്ചിട്ടുണ്ടോ? ഏയ്, സത്യം പറ, എനിക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എന്തിനാ ഇടത്ത് എന്റെ ഇട്ട് പാട്ടണേ? ദേ ചിരിക്കണുണ്ട് ചിരിക്കണുണ്ട്, കള്ള എനിക്കറിയാം. എന്താ ഇത്ര വലിയ തമാശ? ഏയ് ഒന്നുമില്ല ഏട്ടാ. എന്താ തങ്കം? ഒന്നുമില്ല. ഇനി എനിക്ക് പോവല്ലോ. നിനക്കിന്ന് പരിപാടിയൊന്നും ഇല്ലടാ? പിന്നെ ഇന്ന് ഫൈനൽ റിഹേഴ്സലാ. ഇപ്പൊ വരാന്ന് പറഞ്ഞ അമ്മ വെല്ലുമ്മാൻ അങ്ങോട്ട് പോയതാ. മണിക്കൂർ ഒന്ന് കഴിഞ്ഞു. ഞാനങ്ങോട്ട് കയറിയില്ല. നിനക്കൊരു ഷർട്ടും കൊണ്ടുപോവാ. കവറ് ഇത് അമ്മയ്ക്ക്. എങ്ങനെ ഉണ്ടാ? നിനക്ക് ഇഷ്ടപ്പെട്ടോ? അസലായിട്ടുണ്ട്. അതങ്ങ് വെച്ചേക്ക്. നാടകത്തിന് കലക്കാം. അവൻ ചോറുണ്ടോ? ആ ഉണ്ട്. എന്ത് തമാശയാ പറഞ്ഞു? പറഞ്ഞ തമാശയായിട്ടെന്നെ എടുക്കണം. അവന് കണ്ടുവച്ചത് ഏട്ടൻ തട്ടിയെടുത്തൂന്ന്. എന്നിട്ട് ഇപ്പൊ അവന്റെ കാര്യത്തിൽ ആർക്കും ഒരു താല്പര്യമില്ലാന്ന്. ചിരിച്ചോ? ചെക്കൻ ഏതെങ്കിലും പെണ്ണിനെയും കൊണ്ട് വരുമ്പോഴും ഇതേ ചിരി വേണം. അങ്ങനെ വല്ലതും ഉണ്ടോ? ആ, എനിക്കെങ്ങനെ അറിയാം? വാ. ഉണ്ണേ, ഉണ്ണേ, എന്താ അവിടെ കിടന്ന് പരിങ്ങണേ? ഞാൻ ഇവിടെ എന്തോ കണ്ടു. പാമ്പാന്ന് തോന്നുന്നു. ചേമ്പാ? ഞാൻ 2-3 പ്രാവശ്യം നിന്നെ അന്വേഷിച്ച് വീട്ടിൽ വന്നിരുന്നു. ഗോപാലിനോട് പറഞ്ഞിരുന്നല്ലോ. എന്റെ രാമേട്ട, എനിക്കൊരു കയ്യബദ്ധം പറ്റിയതാ. മേലെ ഉണ്ടാവില്ല. കയ്യബദ്ധോ? എന്ത്? സുലോചനൊന്നും പറഞ്ഞില്ലേ? അത് അവക്കാ നിർബന്ധം. ഉന്നോട് പറഞ്ഞാ മതിയെന്ന്. എന്ത്? കുടിയിലൊരു പശുക്കുട്ടിയുണ്ട്, അതിനൊരു മണി വേണം. പശുക്കുട്ടിയോ? മണിയോ? കഴുത്തെ കെട്ടാനാ. അത് ശരി. ഒരെണ്ണം പണിത് കൊടുക്കണം. സുലോചനക്ക് എന്നോട് പറഞ്ഞ പോരെ? അതിനാളെ കാണാൻ കിട്ടിയിട്ട് വേണ്ടേ? ഈ നാടകത്തിന്റെ ഒരു തിരക്കാണ്. അത് കഴിഞ്ഞെങ്കിലും കാണാൻ പറ്റുമോ ആവോ? പാവങ്ങളൊക്കെ ആർക്ക് കാണണം അല്ലേ? വാ മോളെ. പേടിപ്പിച്ചുള്ള പെണ്ണ്.